രമ്യ, നേരെ ഒരുപാട് വൈകി. രമ്യയുടെ വീട്ടിലേക്ക് പോ. അയ്യോ, എനിക്കിനി ഒറ്റയ്ക്ക് പോവാൻ പേടിയാ രാജു. രാജു എന്റെ കൂടെ ഒന്ന് വാ, എന്നെ ഒന്ന് കൊണ്ടാക്ക്. ഇങ്ങോട്ട് വന്നത് ഒറ്റയ്ക്കല്ലേ, അങ്ങോട്ടും ഒറ്റയ്ക്ക് തന്നെ പോയാ മതി. രാജു, എനിക്ക് പേടിയാ. കൊച്ചിന് പേടിയായിട്ടല്ലേ മോനെ? ഒന്നുകൊണ്ട് എന്ന് വിട്. അയ്യോ, പോരാത്തതിന് അമാവാസ്യം കൂടെയാ. അമാവാസിയല്ലേ ഇവിടെ പ്രശ്നം. ഗുണ്ടാ നേതാവ് മുക്കം ബാബു ജയിലിൽ ആടിയിട്ടുണ്ട്. രമ്യ ഒന്ന് കൊണ്ടുവിടടാ. ഒന്ന് ചെല്ലളിയാ. എന്തായാലും അബലയായ ഒരു പെങ്കൊച്ചല്ലേ. ഇതിപ്പോ വലിയ പുലിവാലായാലോ. വാ ചെല്ല്, ഗേറ്റ് വരെ ഞാനും കൂടെ വരാം. കുഞ്ഞുനാളിലെ മോള് എന്റെ കൈ കിട്ടേണ്ടതായിരുന്നു. അതിന് ദൈവം അങ്ങനെ ഒരു അവസരം തന്നില്ല. പല കാരണങ്ങൾ കൊണ്ടും എനിക്ക് അകന്നു നിൽക്കേണ്ടി വന്നു. അതൊന്നും ഓർത്തിനി വിഷമിച്ചിട്ട് കാര്യമില്ല തമ്പുരാട്ടി. എന്തായാലും കുഞ്ഞുമോളെ കൈ കിട്ടിയില്ലേ? അതെ, അവരെ നമ്മളെ കാണരുത്, കണ്ടാ കുഴപ്പാവും. അമ്മ ഇല്ലെന്നേ. അമ്മയുടെ അത്രയും തന്നെ മുടി മോൾക്കും ഉണ്ട്. ഈ പ്രായത്തില് മോളെ പോലെ തന്നെയാ പത്മ ഇരുന്നത്. അമ്മയും ഞാനും ഒരുപോലെയാണോ അമ്മമ്മ ഇരിക്കുന്നത്? ഒത്തിരി സാമ്യതകളുണ്ട്. എനിക്ക് തോന്നുന്നത് വർമ്മ സാറിന്റെ ചായ മോൾക്ക് കൂടുതലെന്നാ. അല്ലേ? ആ, പ്രതാപന്റെ ചായ കൂടുതല്. പക്ഷേ നടപ്പും ചില മാനർസങ്ങളും പത്മയെ പോലെ തന്നെയാ. ആ കേട്ടോ ഭദ്രേ? പറയൂ തമ്പുരാട്ടി. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ഋതുമോള് കുറച്ചുകൂടി തന്റേടിയ. പക്ഷേ എന്റെ പത്മ വെറും പാവമായിരുന്നു. അതാ ജീവിതത്തിൽ അവള് തോറ്റുപോയത്. എന്തൊക്കെ പറഞ്ഞാലും ജീവിതം ഒരു മത്സരക്കളം തന്നെയാ. ഫൈറ്റ് ചെയ്ത് നിൽക്കാനുള്ള കെൽപ്പില്ലെങ്കിൽ തോറ്റുപോകും, സംശയം വേണ്ട. അത് തമ്പുരാട്ടി പറയുന്നത് 100% ശരിയാ. ഞാൻ ഫൈറ്റ് ചെയ്തല്ലേ ഇവിടം വരെ എത്തിയത്. അമ്മ എന്തിനാ അമ്മമ്മ പാവ എന്നെ ഉപേക്ഷിച്ചു പോയത്? അതൊക്കെ ഒരു വലിയ ചരിത്ര മോളെ. അതിന്റെയൊക്കെ പിന്നില് ചില ശക്തികളുണ്ട്. അവരെയൊക്കെ ഈ അമ്മമ്മ പിടികൂടും. പകരം വീട്ടിയിട്ട് ഞാൻ തിരിച്ചു പോകും. അമ്മമ്മ ഇനി എന്നെ വിട്ട് എങ്ങോട്ടും പോവാൻ പാടില്ല. പോകില്ല. ആ അമ്മായിയുടെ അറിവോടെ തന്നെ ആയിരിക്കും ഇവര് വന്നിരിക്കുന്നത്, അല്ലേ അമ്മേ? ഏയ്, അതിനുള്ള ഒരു സാധ്യതയില്ല. തന്നെയുമല്ല, ഈ അമ്മയും മകളും തമ്മിലെ മുടിഞ്ഞ ശത്രുതയിലാ. എന്തായാലും ഒരു കാര്യം വ്യക്തമായി. എന്താ അമ്മേ? അവരുടെ ലക്ഷ്യം നീയും ഞാനും മാത്രമാ. വരട്ടെ അമ്മേ, നമുക്കൊരു കൈ നോക്കാം. അതല്ലടാ, ഹിസ്റ്ററിയൊക്കെ അവർക്ക് കൃത്യമായിട്ട് അറിയാം.
ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരോട് കണക്ക് തീർക്കുമെന്ന് അവര് വ്യക്തമായിട്ട് പറഞ്ഞു. സൂര്യമംഗലം കൊട്ടാരത്തിലെ സരസ്വതി ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് നടപ്പാക്കിയിട്ടേ മടങ്ങിപ്പോവും. പ്രതാപന്റെയും പത്മാവതിയുടെയും ദാമ്പത്യ ജീവിതം തകർത്തത് ഞാനാണെന്നൊരു പക്ഷേ അവർക്ക് സംശയം ഉണ്ടായിരിക്കാം. ആ അങ്ങനെ ഒരു ഡൗട്ട് അടിക്കാൻ സാധ്യതയുണ്ടമ്മേ. ഇതെല്ലാം പ്രതാപനോട് അവര് പറയുമെന്നാ എന്റെ പേടി. ഹ, അങ്ങനെ പറഞ്ഞ വല്യമ്മാവനത് വിശ്വസിക്കോ? ഞാനെന്ന് പറഞ്ഞ പ്രതാപന് ദൈവമാ. ആ വിശ്വാസം അവന് നഷ്ടപ്പെടരുത്. നഷ്ടപ്പെട്ട ഞാനുമില്ല, നമ്മളുമില്ല. കഴിഞ്ഞ കാര്യങ്ങളൊന്നും അവര് വിളിച്ചു പറയാൻ ഇടവരുത്തരുത്. അതിന് നമുക്കെന്തെങ്കിലും ചെയ്തേ പറ്റൂ. അതിനു മുമ്പ് അവര് പ്രൊട്ടക്ഷനുള്ള എന്തോ സാമഗ്രികളൊക്കെ ബാഗിൽ വെച്ചിട്ടില്ലേ? അതുപോലെ ബോംബോ തോക്കോ ഒക്കെ ആവാം. അതെന്താണെന്നൊന്ന് കണ്ടുപിടിക്കണമല്ലോ അമ്മേ. കണ്ടുപിടിക്കണം. പക്ഷേ അതിനെന്താണോ ഒരു വഴി? അവര് ഉറങ്ങുന്ന സമയത്ത് ഞാൻ അവരുടെ മുറിയൊന്ന് പരിശോധിച്ചാലോ? എടാ, ആപത്താവും. ശ്ശേ, അമ്മ പേടിക്കണ്ട, അതിനൊക്കെ ഞാൻ എക്സ്പേർട്ടാ. ഇനി വെച്ച് താമസിപ്പിക്കണ്ട, ഇന്ന് രാത്രി തന്നെ മുറി കയറാം. എന്റെ പൊന്നുമോനെ സൂക്ഷിക്കണേ. ഹ, അമ്മ ധൈര്യമായിട്ടിരിക്കേ. ഈ ഒരു ചെറിയ കാര്യം ചെയ്തില്ലെങ്കിൽ ഞാനൊരു ആണാണോ അമ്മേ?